സീറ്റ് ഫുള്ളായി, ഒപ്പം തന്നെ ബസ്സിനകത്ത് ആളും ഫുള്ളായി. എന്നിട്ടും പുറത്ത് ഒരുപാട് പേർ ഈ ആദ്യ ട്രിപ്പിൽ കയറാനായി കാത്തു നിൽക്കുന്നു. ഐശ്വര്യമുള്ള ഒരു ചടങ്ങിന് പോവല്ലേ, അപ്പൊ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി. എന്റെ അമ്മോ ഒടുക്കത്തെ ക്യൂ. ഈ വലിയ തിരക്ക് ഇവിടെ നമുക്ക് പുറത്ത് കാണാൻ സാധിക്കുന്നത്. അകത്തേക്ക് കയറാനുള്ള ഒരു ബുദ്ധിമുട്ട് ആളുകൾക്കുണ്ട്. ആദ്യത്തെ ട്രിപ്പിൽ തന്നെ പോകാനുള്ള ആദ്യ ട്രിപ്പിൽ തന്നെ പോകണം. അതാണ് അതിന്റെ ബൂട്ടി. അയ്യോ, ബസ് നിറഞ്ഞു കവിഞ്ഞല്ലോ. ഇത് എങ്ങോട്ട് പോകുന്ന ബസ്സാണ് നിതിൻ? ഇത്രയും തിരക്കെന്താ ബസ്സിൽ? ആദ്യ ട്രിപ്പിൽ തന്നെ കയറാനുള്ള ഒരു ആളുകളുടെ തിക്കും തിരക്കുമാണ്. നോക്കും, ബസ്സിനകത്തേക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ വലിയ തോതിലുള്ള തിരക്കാണ് ബസ്സിനകത്തുള്ളത്. ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു എന്ന് കരുതി ഞങ്ങൾ അഡീഷണൽ ബില്ലൊന്നും ചാർജ് ചെയ്യില്ല, അതൊക്കെ ഫ്രീയാ. അപ്പൊ ഇനി വൈകണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ പാസഞ്ചേഴ്സിന് പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ? അയ്യോ, ഒരു പ്രോബ്ലം ഇല്ല, എല്ലാരും വളരെ ഹാപ്പിയാണ്. ഞാൻ ഇച്ചിരി ബിസിയാണ്. ആയിക്കോട്ടെ. പ്രിയദർശിനി ബസ് ഉദ്ഘാടന ചടങ്ങിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും മന്ത്രിയുടെ തലയിൽ പായസം വീണു. ബിന്ദു കൃഷിയുടെ തലയിലാണ് ചൂട് പായസം വീണത്. ആ ദൃശ്യങ്ങൾ ഇയാളെന്ത് പണിയാണ് കാണിക്കുന്നത്? തന്നെ കൂടെ തോറ്റല്ലോ. ഐ ആൾസോ ഫെയിൽഡ് ഓഫ് യു. നീ എന്നെ അങ്ങോട്ട് കൊല്ല്, എന്നിട്ടൊരു കുടി പിടിച്ച് മൂടിയിട്ട് ആ ബസ് എന്റെ മുകളിൽ വെക്ക്. പ്രിയദർശിനി യാത്രക്കെതിരെ കോട്ടയത്ത് മഹിളാ മോർച്ച പ്രതിഷേധം. മറ്റ് KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. സ്വാഭാവികം. മുഴുവൻ പണം ഇപ്പൊ തന്നെ വേണോ അതോ ഇപ്പൊ കിട്ടണം? ഇല്ലേ കളി പഠിപ്പിക്കും കുമാരൻ. എന്നെ തൊലയ്ക്കാൻ വേണ്ടിട്ട് എന്റെ ചെറിയ ഏട്ടൻ ഇയാൾ എന്റെ തലയെ കെട്ടി വെച്ചിരിക്കാം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എല്ലാ ബസ്സിലും സൗജന്യം തരട്ടെ സ്ത്രീകൾക്ക്. എന്തായാലും വോട്ട് നേടി ഭരണം കിട്ടിയല്ലേ. തെക്കോട്ട് നോക്കിയിരുന്നോ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോലും